ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് യുകെയിൽ നഴ്സുമാർക്കുള്ള വൻ തൊഴിലവസരങ്ങളെ പറ്റിയാണ്. നിരവധി തൊഴിലവസരങ്ങളാണ് യുകെയിൽ നഴ്സിംഗ് പഠിച്ചവർക്കുള്ളത്. ഒരാളുടെ നഴ്സിംഗ് യോഗ്യത, താല്പര്യമുള്ള നഴ്സിംഗ് മേഖല, പ്രവൃത്തി പരിചയം തുടങ്ങിയവയെ അടിസ്ഥാനമാക്കി ഈ അവസരങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവാം. ഇംഗ്ലണ്ട് ഗവൺമെന്റിന്റെ ഭാഗമായ നാഷണൽ ഹെൽത്ത് സർവീസാണ് നഴ്സുമാരുടെ യുകെയിലെ ഏറ്റവും വലിയ തൊഴിൽദാതാക്കൾ. NHS എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഈ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ ആശുപത്രികൾ, പ്രൈമറി കെയർ സെന്ററുകൾ, കമ്മ്യൂണിറ്റി കെയർ സെന്ററുകൾ എന്നിവിടങ്ങളിൽ നഴ്സുമാരെ നിയോഗിക്കുന്നു. ഇതിനു പുറമെ കെയർ ഹോമുകൾ, സ്വകാര്യ ആശുപത്രികൾ എന്നിവയടങ്ങുന്ന സ്വകാര്യ മേഖലയിലും നഴ്സുമാർക്ക് ആവശ്യകതയുണ്ട്. ജയിലുകൾ, സായുധ സേനകൾ എന്നിവിടങ്ങളിലും നഴ്സുമാർക്ക് അവസരങ്ങളുണ്ട്. യുകെയിൽ നഴ്സായി ജോലി ചെയ്യുന്നവർക്ക് നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി കൗൺസിലിന്റെ രജിസ്ട്രേഷൻ നിയമപരമായി നിർബന്ധമാണ്. പുതുതായി ജോലിക്കെത്തുന്ന NMC നഴ്സുമാർ ബാൻഡ് 5 അവരുടെ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് കാലക്രമേണ ബാൻഡ് 9 വരെ ഉയർത്താം. അടുത്തതായി യുകെയിലെ ചില നഴ്സിംഗ് ജോലികളും അവസരങ്ങളും പരിചയപ്പെടാം. ആദ്യത്തേതായി രജിസ്റ്റേർഡ് നഴ്സ് അഥവാ RN. രാജ്യത്തെ ആരോഗ്യ പരിചരണ രംഗത്ത് നിർണായക പങ്ക് വഹിക്കുന്നവരാണ് രജിസ്റ്റേർഡ് നഴ്സുമാർ. അഡൾട്ട്, പീഡിയാട്രിക്, മെന്റൽ ഹെൽത്ത്, ലേണിംഗ് ഡിസബിലിറ്റി നഴ്സുമാർ എന്നിങ്ങനെ പലതരത്തിലുള്ള സ്പെഷ്യലൈസേഷൻ ജോലികൾ നഴ്സുമാർക്ക് ഇവിടെയുണ്ട്. യുകെയിൽ രജിസ്റ്റേർഡ് നഴ്സുമാർക്ക് നിലവിൽ വൻ ആവശ്യകതയാണുള്ളത്. എസ്പെഷ്യലി ആശുപത്രികൾ, കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററുകൾ, നഴ്സിംഗ് ഹോമുകൾ എന്നിവിടങ്ങളിൽ. രണ്ടാമതായി നഴ്സ് പ്രാക്ടീഷണർ. രോഗനിർണയം നടത്താനും ചികിത്സിക്കാനും മരുന്നുകൾ കുറിച്ചു നൽകാനും പ്രാഥമിക സ്പെഷ്യലൈസ്ഡ് ചികിത്സകൾ നൽകാനും കഴിയുന്ന നിരവധി വർഷത്തെ പ്രാക്ടീസ് ഉള്ള നഴ്സുമാരാണ് നഴ്സ് പ്രാക്ടീഷണേഴ്സ്. പ്രൈമറി ഹെൽത്ത് സെന്ററുകളിലും ആശുപത്രികളിലും സ്പെഷ്യലൈസ്ഡ് ക്ലിനിക്കുകളിലുമെല്ലാമായി യുകെയിൽ നഴ്സ് പ്രാക്ടീഷണേഴ്സിനുള്ള അവസരങ്ങൾ ദൈനംദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. മൂന്നാമതായി ക്ലിനിക്കൽ നഴ്സ് സ്പെഷ്യലിസ്റ്റ് അഥവാ CNS. ഹൃദ്രോഗ വിഭാഗം, തീവ്രപരിചരണ വിഭാഗം, അർബുദ രോഗ വിഭാഗം തുടങ്ങിയ പ്രത്യേക മേഖലകളിൽ പരിശീലനം നേടിയ ഉയർന്ന നൈപുണ്യശേഷിയുള്ള നഴ്സുമാരാണ് CNS അഥവാ ക്ലിനിക്കൽ നഴ്സ് സ്പെഷ്യലിസ്റ്റുമാർ. രോഗിക്കും കുടുംബാംഗങ്ങൾക്കും ആരോഗ്യ പരിചരണ രംഗത്തുള്ള സംഘടനകൾക്കും ഇവർ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും പിന്തുണയും നൽകും. ആശുപത്രികൾ, സ്പെഷ്യൽ യൂണിറ്റ്സ്, ഗവേഷണ സ്ഥാപനങ്ങൾ തുടങ്ങിയിടങ്ങളിൽ CNS വിഭാഗത്തിൽപ്പെട്ടവർക്ക് നിരവധി അവസരങ്ങളുണ്ട്. 4. നഴ്സ് എഡ്യൂക്കേറ്റർ. നഴ്സിംഗ് വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്ന അക്കാദമികളിലും അവർക്ക് പരിശീലനം നൽകുന്ന മെന്ററിംഗ് നൽകുന്ന സ്ഥാപനങ്ങളിലും നഴ്സിംഗ് എഡ്യൂക്കേറ്റേഴ്സിന് വളരെയധികം അവസരങ്ങളുണ്ട്. പാഠ്യപദ്ധതി വികസനത്തിലും ഗവേഷണ പ്രവർത്തനങ്ങളിലും ഇവർക്ക് സംഭാവനകൾ നൽകാനാകും. വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള സർവകലാശാലകൾ, നഴ്സിംഗ് സ്കൂളുകൾ, ആരോഗ്യ പരിചരണ സംഘടനകൾ എന്നിവിടങ്ങളിൽ നഴ്സ് എഡ്യൂക്കേറ്റേഴ്സിന് ജോലി കണ്ടെത്താം. അഞ്ചാമതായി നഴ്സ് മാനേജർ. നഴ്സിംഗ് വകുപ്പുകളുടെ മേൽനോട്ടം വഹിക്കാനും ജീവനക്കാരെ മാനേജ് ചെയ്യുന്നതിനും ആരോഗ്യ പരിചരണ യൂണിറ്റുകളുടെ സുഗമമായ പ്രവർത്തനം ഉറപ്പാക്കാനും നഴ്സ് മാനേജർമാരെ യുകെയിൽ ആവശ്യമുണ്ട്. ഈ റോളുകളിലേക്ക് വരുന്ന നഴ്സുമാർക്ക് ശക്തമായ നേതൃത്വശേഷിയും സംഘടനാ പാഠവും നിർബന്ധമാണ്. ആശുപത്രികൾ, ദീർഘകാല പരിചരണ കേന്ദ്രങ്ങൾ, കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററുകൾ, ക്ലിനിക്കുകൾ എന്നിവിടങ്ങളിൽ നഴ്സ് മാനേജർമാർക്ക് ഒഴിവുകളുണ്ട്. ആറാമതായി കമ്മ്യൂണിറ്റി നഴ്സ്. പരമ്പരാഗത ഹെൽത്ത് കെയർ മേഖലയ്ക്ക് പുറത്താണ് കമ്മ്യൂണിറ്റി നഴ്സുമാർ പൊതുവെ ജോലി ചെയ്യുക. ഇവർ സാധാരണയായി രോഗികളെ വീടുകളിലോ കമ്മ്യൂണിറ്റി ക്ലിനിക്കുകളോ സന്ദർശിച്ച് പരിചരണം നൽകുന്നു. മുതിർന്നവർ, മാറാരോഗമുള്ളവർ, ഭിന്നശേഷിക്കാർ എന്നിങ്ങനെ തുടർച്ചയായ പരിചരണം വേണ്ടവർക്ക് ഇവരുടെ സേവനം ലഭ്യമാണ്. ഗ്രാമീണ നഗരപ്രദേശങ്ങളിൽ യുകെയിൽ ഇവർക്ക് നിരവധി അവസരങ്ങളുണ്ട്. യുകെയിലെ നഴ്സിംഗ് തൊഴിലവസരങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാനായി ഓൺലൈൻ ജോബ് പോർട്ടലുകൾ, നഴ്സിംഗ് കരിയർ ഫെയറുകൾ, ആരോഗ്യ പരിചരണ സംഘടനകളുടെ വെബ്സൈറ്റുകൾ എന്നിവ ഉപയോഗപ്പെടുത്താം. നഴ്സിംഗ് റിക്രൂട്ട്മെന്റ് ഏജൻസികൾ, പ്രൊഫഷണൽ നഴ്സിംഗ് അസോസിയേഷൻസ് എന്നിവയും ഇക്കാര്യത്തിൽ സഹായകമാണ്. തൊഴിലിന് ശ്രമിക്കുന്ന സ്ഥാപനം മുന്നോട്ട് വയ്ക്കുന്ന യോഗ്യതകളും NMC രജിസ്ട്രേഷനും തൊഴിൽ വിസ ലഭിക്കുവാനുള്ള യോഗ്യതകളും ഉണ്ടോ എന്ന് യുകെയിൽ നഴ്സിംഗിനായി അപേക്ഷിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. കൂടുതൽ വിവരങ്ങളും വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം.